നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. MLA മുകേഷിന് സർക്കാരിന്റെ സംരക്ഷണം. ED ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാൻ ADGP വഴി മുഖ്യമന്ത്രി ഇടപെട്ടതായി TN പ്രതാപൻ. MR അജിത് കുമാറിനെതിരെ നടപടിക്ക് സംസ്ഥാന സർക്കാർ. PV അൻവറിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കണം, മുഖ്യമന്ത്രിക്ക് ADGPയുടെ കത്ത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 4 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ നീളും. നായിക പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാൻ നിർമ്മാതാവ് തയ്യാറാകണമെന്നില്ലെന്നും സംവിധായകൻ ജിയ ബേബി. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 5 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. യുവമോർച്ച പ്രവർത്തകർ പ്രകോപനമുണ്ടാക്കിയിട്ട് പോലീസ് സംയമനം പാലിക്കുകയാണ്. ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചു. നടിയെ പീഡിപ്പിച്ച കേസിൽ കൊല്ലം MLA മുകേഷിന് സർക്കാരിന്റെ സംരക്ഷണം. നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ കൊല്ലം MLA മുകേഷിന് സർക്കാരിന്റെ സംരക്ഷണം. മുകേഷിന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ സർക്കാർ അപ്പീൽ നൽകില്ല. പ്രത്യേക അന്വേഷണ സംഘം നൽകിയ കത്ത് പ്രോസിക്യൂഷൻ മടക്കും. അപ്പീലിന് സാധ്യത ഇല്ലെന്ന് മറുപടി നൽകും. മുൻകൂർ ജാമ്യത്തിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാനായിരുന്നു അന്വേഷണ സംഘത്തിന്റെ മുൻ തീരുമാനം. എറണാകുളം സ്വദേശിയായ നടിയുടെ പരാതിയിൽ മുകേഷിനെതിരെ മരട് പോലീസ് കേസെടുത്തിരുന്നു. IPC 354, 509, 452 വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരുന്നത്. പരാതിക്കാരിയായ നടിയുടെ മൊഴിയിൽ വലിയ വൈരുദ്ധ്യങ്ങളുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക പീഡനം എന്ന വാദം കോടതി പൂർണ്ണമായും തള്ളുകയും മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വീണ്ടും വിവാദമാകുന്നു. കരുവന്നൂർ കേസ് അന്വേഷിച്ചിരുന്ന ED ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാൻ ADGP വഴി മുഖ്യമന്ത്രി ഇടപെട്ടതായി TN പ്രതാപൻ. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് വീണ്ടും വിവാദമാകുന്നു. കരുവന്നൂർ കേസ് അന്വേഷിച്ചിരുന്ന ED ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാൻ ADGP MR അജിത് കുമാർ വഴി മുഖ്യമന്ത്രി ഇടപെട്ടതായി KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ആരോപിച്ചു. ED അഡീഷണൽ ഡയറക്ടർ പ്രശാന്ത് കുമാറിനെ ആദ്യം അന്വേഷണ നടപടികളിൽ നിന്ന് വിലക്കി. തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും ചെയ്തു. കരുവന്നൂർ കേസിലെ CPM ജില്ലാ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യാനുള്ള റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹമെന്ന് പ്രതാപൻ പറഞ്ഞു. കരുവന്നൂർ കേസിൽ CPM നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടിയിട്ടും CPM ജില്ലാ സെക്രട്ടറിയെ പ്രതിയാക്കിയിട്ടും നേതാക്കളെ പ്രതിയാക്കാത്തത് ധാരണയുടെ ഭാഗമായാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളായ CBI, ED എന്നിവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥരെ MR അജിത് കുമാറിന്റെ താൽപര്യപ്രകാരം സ്ഥലം മാറ്റുകയും ഇഷ്ടക്കാരെ നിയമിക്കുകയും ചെയ്തുവെന്ന് പ്രതാപൻ ആരോപിച്ചു. RSS ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്ക് സംസ്ഥാന ദേശീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാറിനെതിരെ നടപടിക്ക് സംസ്ഥാന സർക്കാർ. പാർട്ടിയിലും മുന്നണിയിലും നിന്ന് ശക്തമായ സമ്മർദ്ദമേകുന്ന സാഹചര്യത്തിലാണ് നടപടിയെടുക്കാൻ ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർബന്ധിതനാകുന്നത്. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയേക്കും. പകരം ക്രൈംബ്രാഞ്ച് ADGP H വെങ്കടേഷിന് ചുമതല നൽകുമെന്നാണ് സൂചന. പരസ്യമായ നടപടിയിലേക്ക് പോകാതെ അവധി നീട്ടി നൽകിയാണ് അജിത് കുമാറിനെ മാറ്റി നിർത്തുക. അജിത് കുമാറിന്റെ അവധി നീട്ടി നൽകാൻ മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകി. ഈ മാസം 14 മുതൽ 4 ദിവസത്തേക്കാണ് അജിത്തിന് അവധി നൽകിയിട്ടുള്ളത്. ഈ അവധി നീട്ടി നൽകാനാണ് സർക്കാർ തീരുമാനം. അവധി നേരത്തെയാക്കാനും ആലോചനയുണ്ട്. അജിത് കുമാറിനെ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന് പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ തന്റെ വിശ്വസ്തനായ അജിത് കുമാറിനെ ഉടനടി മാറ്റി നിർത്തേണ്ടതില്ലായിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആദ്യ നിലപാട്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ അതൃപ്തി വെളിപ്പെടുത്തിയതോടെ മുഖ്യമന്ത്രിക്ക് വഴങ്ങേണ്ടി വന്നു. RSS ദേശീയ നേതാക്കളിൽ രണ്ടാമനായ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയെ തൃശൂരിലും RSSന്റെ മുതിർന്ന പ്രചാരകനും BJP മുൻ ജനറൽ സെക്രട്ടറിയുമായ റാം മാധവിനെ കോവളത്തും അജിത് കുമാർ സന്ദർശിച്ചു എന്നതാണ് വിവാദത്തിന് അടിസ്ഥാനം. മുൻ DGP ഡോക്ടർ TP സെൻകുമാറിന്റെ BJP ബന്ധം ചൂണ്ടിക്കാട്ടി 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രസംഗിച്ചിരുന്നു. മുൻ DGP ജേക്കബ് തോമസിനെതിരെ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നതുമില്ല.
എന്നിട്ടും ADGP അജിത് കുമാറിനെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി മൗനം തുടരുന്നതിൽ CPM-നകത്ത് ശക്തമായ എതിർപ്പുണ്ട്. PV അൻവറിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. PV അൻവറിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. സർക്കാർ തന്നെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം. ആരോപണം തനിക്കും കുടുംബത്തിനും മാനഹാനി വരുത്തിയെന്നും കത്തിൽ പറയുന്നു. കോടതിയിൽ കേസ് ഫയൽ ചെയ്യണം എന്നാണ് കത്തിലെ ആവശ്യം. സെഷൻസ് കോടതിയിൽ സർക്കാരിന് തന്നെ കേസ് ഫയൽ ചെയ്യാമെന്നതുൾപ്പെടെയുള്ള നിയമ നടപടികളുടെ വിശദാംശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് കത്ത്. അതേസമയം ADGPക്കെതിരായ PV അൻവർ MLA-യുടെ ആരോപണങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആലപ്പുഴ ധൻബാദ് ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ ഷോൾഡർ ബാഗിൽ 1 കിലോയോളം തൂക്കം വരുന്ന 4 പാക്കറ്റുകളായി സൂക്ഷിച്ച 4 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. ഓണക്കാലത്ത് കേരളത്തിലേക്കുള്ള കഞ്ചാവിന്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും വരവ് തടയുന്നതിനായി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ പാർട്ടിയും റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ പാർട്ടിയും സംയുക്തമായി വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആലപ്പുഴ ധൻബാദ് ട്രെയിനിൽ നടത്തിയ പരിശോധനയിൽ ഷോൾഡർ ബാഗിൽ 1 കിലോയോളം തൂക്കം വരുന്ന 4 പാക്കറ്റുകളിലായി സൂക്ഷിച്ച 4 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. പ്രതികൾക്കായി ട്രെയിനിൽ പരിശോധന നടത്തിയെങ്കിലും പിടികൂടാനായില്ല. പ്രതികളെ കണ്ടെത്താനുള്ള ഊർജിതമായ അന്വേഷണം നടത്തിവരികയാണെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോളിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PA ഹരിദാസ്, CA സുരേഷ്, പ്രിവന്റിംഗ് ഓഫീസർ CM സുരേഷ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ പ്രശോഭ്, അർജുൻ, അബുബക്കർ, റെയിൽവേ ക്രൈം ഇന്റലിജൻസ് ബ്യൂറോ വിഭാഗം ഇൻസ്പെക്ടർ കേശവദാസും പാർട്ടിയും പങ്കെടുത്തു. ഓണക്കാലത്ത് കേരളത്തിലേക്ക് വരുന്ന മദ്യത്തിന്റെയും മറ്റ് മയക്കുമരുന്നുകളുടെയും ഉപയോഗം തടയുന്നതിനായി KSRTC ബസ്, ടൂറിസ്റ്റ് ബസ് തുടങ്ങിയ മറ്റു വാഹനങ്ങളിലും ശക്തമായ പരിശോധന നടത്തി വരികയാണെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു. ഇന്ന് ധൻബാദിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വരുന്ന ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസ്സിൽ പാലക്കാട് RPF ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ച് പാലക്കാട് മുതൽ ഓണത്തിനോടനുബന്ധിച്ചുള്ള മയക്കുമരുന്ന് കടത്തിനെതിരായി കർശനമായ പരിശോധന നടത്തി വരവേ വണ്ടി ഒറ്റപ്പാലം സ്റ്റേഷൻ വിട്ടതിന് ശേഷം മുന്നിലുള്ള ജനറൽ കോച്ചിൽ ഉടമസ്ഥനില്ലാത്ത രീതിയിൽ ഒരു ബാഗ് കാണപ്പെടുകയും ആ ബാഗിൽ നിന്ന് കഞ്ചാവിൻ്റെ രൂക്ഷഗന്ധം നോക്കുകയുണ്ടായിരുന്നു. തുടർന്ന് അടുത്ത സ്റ്റോപ്പായ വടക്കാഞ്ചേരി ഈ ബാഗ് ഇറക്കുന്നതിന് വേണ്ടി അതിലുള്ള സംശയാസ്പദമായ ലഹരിമരുന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ ജിജി പോൾ സാറിനെ വിവരം അറിയിക്കുകയും തുടർന്ന് വണ്ടി വടക്കാഞ്ചേരിയിലെത്തിയ സമയത്ത് പാലക്കാട് RPF ക്രൈം ഇൻ്റലിജൻസ് ബ്രാഞ്ച് ഇറക്കിയ ഈ ബാഗ് വടക്കാഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജിജി പോൾ സംഘവും ചേർന്ന് ന്യൂസ് ബ്യൂറോ ഒരിടവേള. ഓണം പ്രമാണിച്ച് ഓട്ടുപാറ മാണീസിൽ വിലക്കുറവിന്റെ വമ്പൻ ഓഫറുകൾ. നറുക്കെടുപ്പിലൂടെ കൈനിറയെ സമ്മാനങ്ങൾ നേടാൻ മറ്റൊന്നുമില്ലാത്ത ഓഫറുകളുമായി ഓട്ടുപാറയിലെ മാണീസ്. ഓണം കെങ്കേമമാക്കാൻ മാണീസിനോടൊപ്പം ആഘോഷിക്കൂ. ഈ ഓണം മാണീസിനോടൊപ്പം. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ 9072 303443 8078417443. തിരികെ വാർത്തകളിലേക്ക്. ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ നീളും. ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ നീളും. ഡ്രഡ്ജർ എത്താൻ വൈകിയേക്കും. കാറ്റും മഴയും തടസ്സം സൃഷ്ടിക്കുന്നതിനാൽ ഡ്രഡ്ജർ വെസൽ പുറപ്പെടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയില്ലെന്ന് ഷിപ്പിംഗ് കമ്പനി അറിയിച്ചു. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ പുറപ്പെടുന്ന കാര്യത്തിൽ കാറ്റിന്റെ ഗതി നോക്കി ബുധനാഴ്ചയോടെ തീരുമാനമെടുക്കാനായേക്കുമെന്ന് അഭിഷേനിയ ഓഷ്യൻ സർവീസസ് വ്യക്തമാക്കി. ഗോവയിലും കാർവാർ ഉൾപ്പെടെയുള്ള തീരദേശ കർണാടകയിലും സെപ്റ്റംബർ 11 വരെ യെല്ലോ അലർട്ട് തുടരുകയാണ്. വ്യാഴാഴ്ച ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കും എന്നായിരുന്നു കമ്പനി നേരത്തെ അറിയിച്ചത്. കഴിഞ്ഞ മാസം 16-നാണ് അർജുനായുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചത്. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്ന് തിരച്ചിൽ അവസാനിപ്പിക്കുകയായിരുന്നു. തുടർന്ന് അർജുന്റെ മാതാപിതാക്കൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ടെത്തി കണ്ട് തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരച്ചിൽ പുനരാരംഭിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. നായിക പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഏറിയതാണെന്നും അത്തരം സിനിമകൾക്ക്
മുതൽ മുടക്കാൻ നിർമ്മാതാവ് തയ്യാറാകണമെന്നില്ലെന്നും സംവിധായകൻ ജിയോ ബേബി. നായിക പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യൽ ബുദ്ധിമുട്ടേറിയതാണെന്നും അത്തരം സിനിമകൾക്ക് മുതൽ മുടക്കാൻ നിർമ്മാതാവ് തയ്യാറാകണമെന്നില്ലെന്നും സംവിധായകൻ ജിയോ ബേബി പറഞ്ഞു. മിക്ക തീരുമാനങ്ങളും പുരുഷന്മാരുടെ തലയിൽ നിന്നുണ്ടാകുന്നതിനാലാണ് പുരുഷ കേന്ദ്രീകൃതമായ വ്യവസ്ഥ നിലനിൽക്കുന്നത്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നൽകേണ്ടതല്ല, ഉണ്ടായി വരേണ്ടതാണ്. ഭാര്യ എന്നതിനു പകരം പങ്കാളി എന്ന പദം ഉപയോഗിച്ചതുകൊണ്ട് ആരെങ്കിലും സ്ത്രീകളെ തുല്യതയോടെ കാണുന്നുവെന്ന് കരുതാനാകില്ല. പൂജ, തേങ്ങയുടയ്ക്കൽ തുടങ്ങിയവ സിനിമ സെറ്റുകളിൽ പതിവാണ്. ഇടതുപക്ഷ സർക്കാർ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങളിൽ നിന്ന് മുക്തമല്ല. പവർ ഗ്രൂപ്പ് സിനിമയിൽ മാത്രമല്ല, കുടുംബ വ്യവസ്ഥയിൽ ഉൾപ്പെടെയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൊഴിലിടത്തിൽ മാറ്റമുണ്ടാക്കും, അദ്ദേഹം പറഞ്ഞു. RSS നേതാവ് റാം മാധവുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. RSS നേതാവ് റാം മാധവുമായുള്ള ADGPയുടെ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ കേരളം ഞെട്ടുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആ ചർച്ചയിൽ പലരും പങ്കെടുത്തിരുന്നു. ആ പേരുകൾ പറഞ്ഞാൽ കേരളം ഞെട്ടുമെന്നും പ്രതിപക്ഷ നേതാവ്. പൂരം കലക്കിയത് ADGPയുടെ പദ്ധതിയെന്നും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും VD സതീശൻ. അതേസമയം ADGP MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിനെക്കുറിച്ച് മുഖ്യമന്ത്രി മറുപടി പറയണമെന്നും അല്ലെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണമെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. DGP ബൊമ്മയാണ്, അദ്ദേഹം നടത്തുന്ന അന്വേഷണം പ്രഹസനമാണ്. തൃശൂർ പൂരം കലക്കിയത് അന്വേഷിക്കാൻ MR അജിത് കുമാറിനെ ഏൽപ്പിച്ചത് കോഴിയെ കാണാതായ കേസ് കുറുക്കനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചതുപോലെയാണെന്നും K മുരളീധരൻ പരിഹസിച്ചു. നൃത്തരംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നർത്തകിയാണ് മേതിൽ ദേവിക. നൃത്തരംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നർത്തകിയാണ് മേതിൽ ദേവിക. സിനിമകളിൽ നിന്നും നിരവധി അവസരങ്ങൾ വന്നിട്ടും നൃത്തത്തിലേക്കാണ് മേതിൽ ദേവിക ശ്രദ്ധ നൽകിയത്. നടനും MLAയുമായി മുകേഷുമായുള്ള മേതിൽ ദേവികയുടെ വിവാഹം ഏറെ ചർച്ചയായി. ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു ഇത്. വിവാഹ ജീവിതം മുന്നോട്ടു പോകവേ രണ്ടുപേർക്കുമിടയിൽ അസ്വാരസ്യമുണ്ടാവുകയും 2021 വേർപിരിയുകയും ചെയ്തു. ഇപ്പോഴിതാ മുകേഷിനെ കുറിച്ച് സംസാരിക്കുകയാണ് മേതിൽ ദേവിക. മുകേഷുമായി തനിക്കിപ്പോഴും സൗഹൃദമുണ്ടെന്ന് മേതിൽ ദേവിക പറയുന്നു. ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ പൂർണ്ണമായും ഇറങ്ങി. നിയമപരമായുള്ളത് വേറെ കാര്യം. ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി കാണുക എളുപ്പമാണ്. ഭാര്യയായിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണാമെന്നും എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ല. കേസ് നടക്കുന്നുണ്ട്. അതേസമയം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹവുമായി സൗഹൃദത്തിലാണ്. ശത്രുതയില്ല. എൻ്റെ കളരി മുകളിലാണ്. അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കുന്നു. ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത്. വേർപിരിഞ്ഞ ശേഷമുള്ള ഈ സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി. മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗിക ആരോപണത്തെക്കുറിച്ചും മേതിൽ ദേവിക സംസാരിച്ചു. ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയുടെ സത്യാവസ്ഥ തനിക്കറിയാമെന്ന് മേതിൽ ദേവിക പറയുന്നു. എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഞാൻ പറയുന്നില്ല. ഇപ്പോൾ വന്ന ആരോപണത്തിൻ്റെ സത്യം എനിക്കറിയാം. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ആരോപണത്തിൻ്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി. ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം. ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ആരോപിക്കുന്ന ആൾക്ക് കൊടുക്കണം. അത് സ്ത്രീയായാലും പുരുഷനായാലും. ചുമ്മാ പറയുന്നത് അപകടകരമാണെന്നും മേതിൽ ദേവിക പറഞ്ഞു. ഓണം അവധി പൊടിപൊടിക്കാൻ ബഡ്ജറ്റ് യാത്രകളുമായി KSRTC. ഓണം അവധി പൊടിപൊടിക്കാൻ ബഡ്ജറ്റ് യാത്രകളുമായി KSRTC നിരവധി ടൂർ പാക്കേജുകളാണ് ഈ ഓണക്കാലത്ത് അവതരിപ്പിക്കുന്നത്. ബസ്, ബോട്ട്, കപ്പൽ എന്നിവയുൾപ്പെടുന്നതാണ് ടൂർ പാക്കേജ്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 250ഓളം ട്രിപ്പുകളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എല്ലാ ഡിപ്പോകളിലും സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നവീകരിച്ച പഴയ സൂപ്പർ ഡീലക്സ് ബസ്സുകൾ ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളോടെയാണ് ബസ്സുകൾ വരെ സജ്ജീകരിച്ചിരിക്കുന്നത്. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഓണക്കിറ്റ് വിതരണവും നടത്തി. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും ഓണക്കിറ്റ് വിതരണവും നടത്തി. തെക്കുംകരയിൽ നടന്ന ഓണക്കിറ്റ് വിതരണം മുൻ DCC പ്രസിഡന്റ് MP വിൻസെന്റ് നിർവഹിച്ചു. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം ചെയർമാൻ P സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. MBBSന് അഡ്മിഷൻ നേടിയ അനിരുദ്ധ് പാലിശ്ശേരിയെയും ഡോക്ടറേറ്റ് നേടിയ അഫ്സാന ഖാനെയും സൈനികരെയും കർഷകരെയും ചടങ്ങിൽ ആദരിച്ചു. KA രാജേന്ദ്രൻ, സജി പോൾ, PG ജയദീപ്, VM കുര്യാക്കോസ്, വർഗീസ് വാഗയിൽ, ജയൻ മംഗലം, N ഗോപാലകൃഷ്ണൻ, സണ്ണി മാരിയിൽ, ജോബി ജോസഫ്, MS ഗിരീഷ് കുമാർ, AU നിഷ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. ഉത്സവകാലത്ത് കുറഞ്ഞ നിരക്കിൽ പലചരക്ക് സാധനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി സർക്കാർ ഉദ്യോഗസ്ഥ സംഘം ഓണച്ചന്ത ആരംഭിച്ചു. ഉത്സവകാലത്തെ കുറഞ്ഞ നിരക്കിൽ പലചരക്ക് സാധനങ്ങൾ പൊതുജനങ്ങൾക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ വടക്കാഞ്ചേരി സർക്കാർ ഉദ്യോഗസ്ഥ സംഘം ഓണച്ചന്ത ആരംഭിച്ചു.
കേരള സർക്കാരിന്റെ സബ്സിഡി ആനുകൂല്യത്തോടെ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ചുകൊണ്ടാണ് ഓണവിപണി നടത്തുന്നത്. 11 ഇനം പലവ്യഞ്ജനങ്ങൾ സബ്സിഡി നിരക്കിൽ വെറും 558 രൂപയ്ക്കാണ് നൽകി വരുന്നത്. ഓണക്കാലത്തേക്ക് ആവശ്യമായ പച്ചക്കറികൾ ഒഴികെയുള്ള എല്ലാ സാധന സാമഗ്രികളും ഈ കിറ്റിൽ അടങ്ങിയിട്ടുണ്ട്. വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു. സംഘത്തിന്റെ പ്രസിഡന്റ് ബിബിൻ P. ജോസഫ് അധ്യക്ഷത വഹിച്ചു. ഭരണസമിതി അംഗങ്ങളായ ജയകുമാർ, ലിസി NP, ചിത്ര VN, സാജൻ KC എന്നിവർ പ്രസംഗിച്ചു. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് ഓണവിപണി തുറന്നു പ്രവർത്തിക്കുക. റേഷൻ കാർഡുമായി വരുന്ന എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഓണക്കിറ്റ് ലഭിക്കും. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ഒരിടവേള കൂടി. ഓട്ടുപാറയിലെ ഏറ്റവും വലിയ പാത്രക്കടയിൽ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ. ഓൺലൈൻ വിലയേക്കാൾ വിലക്കുറവിൽ വീട്ടുപകരണങ്ങൾ, എക്സ്ചേഞ്ച് ഓഫറുകൾ, ഡിസ്കൗണ്ട് സെയിൽ. ജനതയുള്ളപ്പോൾ ഇനി എന്തിന് മറ്റൊരിടം തേടി പോകണം? ഓണത്തിനൊരുങ്ങാൻ ജനതയൊരുക്കുന്ന സുവർണാവസരം. മിക്സി, ഇൻഡക്ഷൻ കുക്കർ, ഗ്യാസ് സ്റ്റൗ, കുക്കർ, 3 പീസ് നോൺ സ്റ്റിക് കുക്ക്വെയർ, കെറ്റിൽ, മോപ്പ്, അയൺ ബോക്സ് എന്നിവയടങ്ങുന്ന പാക്കേജ് ഓണം പ്രമാണിച്ച് 8,899 രൂപയ്ക്ക് ലഭിക്കുന്നു. ജനതയിൽ ഇപ്പോൾ വിലക്കുറവിന്റെ ആഘോഷം. ജനത ഫ്രാൻസിസ് ടവർ, ഓട്ടുപാറ. ഫോൺ 9526267779. തിരികെ വാർത്തകളിലേക്ക്. മദ്യനിരോധനം നിലനിൽക്കുന്ന ലക്ഷദ്വീപിൽ കേരളത്തിൽ നിന്ന് വൻതോതിൽ മദ്യം എത്തിക്കാൻ തീരുമാനം. മദ്യനിരോധനം നിലനിൽക്കുന്ന ലക്ഷദ്വീപിൽ കേരളത്തിൽ നിന്ന് വൻതോതിൽ മദ്യം എത്തിക്കാൻ തീരുമാനം. ടൂറിസത്തിന്റെ പേരിലാണ് ലക്ഷദ്വീപിലെ മദ്യനിരോധനം ഘട്ടം ഘട്ടമായി എടുത്തുകളയാൻ അഡ്മിനിസ്ട്രേറ്ററുടെ നീക്കം. ഇതിനായി കേരള സ്റ്റേറ്റ് ബിവറേജസ് കോർപ്പറേഷനിൽ നിന്ന് വൻതോതിൽ മദ്യം വാങ്ങാൻ ലക്ഷദ്വീപ് പ്രൊമോഷൻ കൗൺസിൽ തീരുമാനിച്ചു. കർശനമായ മദ്യനിരോധനമുള്ള ലക്ഷദ്വീപിലെ ജനവാസമില്ലാത്ത ബംഗാരം ദ്വീപിൽ ടൂറിസ്റ്റുകൾക്ക് മാത്രമാണ് നിലവിൽ നിയന്ത്രണത്തോടെ മദ്യം വിളമ്പുന്നത്. ഇത് കവരത്തി, മിനിക്കോയ്, കടമം റിസോർട്ടുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ 2021 ശ്രമിച്ചെങ്കിലും ജനകീയ പ്രതിരോധം കാരണം നടന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ദ്വീപിൽ എല്ലായിടത്തും മദ്യം ലഭ്യമാക്കാനാണ് നീക്കം. ലക്ഷദ്വീപ് MPയും ദ്വീപിലെ വിവിധ സംഘടനകളും മദ്യനിരോധനം നീക്കുന്നതിനെതിരെ കടുത്ത എതിർപ്പുയർത്തുകയാണ്. എന്നാൽ ലക്ഷദ്വീപിൽ ടൂറിസം വളരണമെങ്കിൽ മദ്യത്തിന്റെ ലഭ്യത ഉറപ്പാക്കണമെന്നാണ് അഡ്മിനിസ്ട്രേറ്ററുടെ നിലപാട്. ഇതിനുള്ള കരട് ബിൽ കഴിഞ്ഞ വർഷം തയ്യാറാക്കിയിരുന്നു. ബിൽ നിലവിൽ വരുന്നതോടെ 1979 ലക്ഷദ്വീപ് മദ്യനിരോധന നിയമം ഇല്ലാതാവും. കൊച്ചിയിലെ വെയർ ഹൗസുകളിൽ നിന്നുള്ള മദ്യമാണ് ലക്ഷദ്വീപ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വാങ്ങുന്നത്. ഇതിന് കേരളത്തിന്റെ അനുമതിയും ലഭിച്ചു കഴിഞ്ഞു. ടൂറിസം പ്രചരണാർത്ഥം വലിയ തോതിൽ മദ്യം ആവശ്യപ്പെട്ട് ലക്ഷദ്വീപ് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ നേരത്തെ സംസ്ഥാന സർക്കാരിനു കത്തെഴുതിയിരുന്നു. ADGP MR അജിത് കുമാർ എസബാളുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ അതൃപ്തി അറിയിച്ച് CPI ദേശീയ സെക്രട്ടറി. ADGP MR അജിത് കുമാർ RSS നേതാവ് ദത്താത്രേയ ഹൊസബോളയുമായി കൂടിക്കാഴ്ച നടത്തിയ സംഭവത്തിൽ അതൃപ്തി അറിയിച്ച് CPI ദേശീയ സെക്രട്ടറി D. രാജ. കൂടിക്കാഴ്ച എന്തിനായിരുന്നുവെന്ന് ഉത്തരം വേണമെന്ന് D. രാജ ചോദിച്ചു. ADGP RSS കൂടിക്കാഴ്ച ദേശീയ തലത്തിലും വൻ ചർച്ചയായിരിക്കുകയാണ്. ഇതേപ്പറ്റി നിരവധി ഊഹാപോഹങ്ങൾ പരക്കുന്നുണ്ട്. ഇതിന് വ്യക്തത വേണമെന്നും D. രാജ ഡൽഹിയിൽ പ്രതികരിച്ചു. ADGP RSS കൂടിക്കാഴ്ച എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ആശങ്ക CPI ദേശീയ നേതൃത്വത്തിനുണ്ട്. ഇക്കാര്യങ്ങൾ വിശദമായി പഠിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിക്കാനും D. രാജ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ. നിലവിൽ LDFന്റെ ഭാഗമാണ് CPI. എന്നാൽ CPIക്ക് അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ടെന്നും D. രാജ. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. ലയൺസ് റീജിയന്റെ 12ന്റെ ഓണപ്പൂക്കള മത്സരം വടക്കാഞ്ചേരി ലയൺസ് ഹാളിൽ വെച്ച് നടന്നു. ലയൺസ് റീജിയൻ 12ന്റെ ഓണപ്പൂക്കള മത്സരം വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് ഹാളിൽ വെച്ച് നടന്നു. റീജിയണൽ ചെയർമാൻ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 7 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. വടക്കാഞ്ചേരി ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് AP ജോൺസൺ, സെക്രട്ടറി വിൽസന്റ് കുന്നമ്പള്ളി എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ഞങ്ങളുടെ എല്ലാവർക്കും ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസം മുതൽ തന്നെ വളരെ നല്ല രീതിയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിവിധ തരം പ്രോജക്റ്റുകൾ നടത്തി ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കാനായിട്ട് ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ റീജിയണിൽ ഈ തിരുവനന്തപുരത്തിൽ പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമതായി നിലകൊള്ളുന്നു എന്ന സന്തോഷ വാർത്ത
വടക്കാഞ്ചേരി ലയൺസ് കോച്ച് രണ്ടാമത്തെ പോയിന്റ് സ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ഞങ്ങള് അതുപോലെ ഇനി കൂടുതൽ നീട്ടുന്നില്ല. സോൺ 2 ചെയർപേഴ്സൺ NA നാസർ, ഏരിയ ചെയർപേഴ്സൺ ഫൗസിയ നസീർ, സോൺ 1 ഷാജു തോമസ്, സെൻട്രൽ ലയൺസ് ക്ലബ് പ്രസിഡന്റ് മണികണ്ഠൻ K, തൃത്താൾ ലയൺസ് ക്ലബ് പ്രസിഡന്റ് സജിത് പണിക്കർ, വരവൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് KK മോഹൻ, ഷൊർണൂർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് രാധാ വേണുഗോപാൽ, എരുമപ്പെട്ടി ലയൺസ് ക്ലബ് പ്രസിഡന്റ് കേണൽ ഡോക്ടർ റെജീന, മച്ചാട് ലയൺസ് ക്ലബ് പ്രസിഡന്റ് റോജസ് ആലപ്പാട്ട്, വടക്കാഞ്ചേരി ലയൺസ് ക്ലബ് അംഗങ്ങളായ CA ശങ്കരൻകുട്ടി, ഉണ്ണി വടക്കാഞ്ചേരി എന്നിവർ പ്രസംഗിച്ചു. ഷൊർണൂർ ലയൺസ് ക്ലബ് 1ാം സ്ഥാനവും വരവൂർ ലയൺസ് ക്ലബ് 2ാം സ്ഥാനവും വടക്കാഞ്ചേരി ലയൺസ് ക്ലബ് 3ാം സ്ഥാനവും പങ്കിട്ടു. SNDP യോഗം തലപ്പള്ളി യൂണിയൻ കുമരനെല്ലൂർ വെസ്റ്റ് 3967 നമ്പർ ശാഖാ യോഗത്തിന്റെ 17ാമത് വാർഷിക പൊതുയോഗം ഓണക്കിറ്റ് വിതരണവും കുമരനെല്ലൂർ 1ാം കല്ല് NSS ഹാളിൽ വെച്ച് MS ധർമ്മരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. തലപ്പള്ളി SNDP യൂണിയന്റെ കീഴിലുള്ള കുമരനെല്ലൂർ വെസ്റ്റ് 3967 നമ്പർ ശാഖയുടെ 17ാമത് വാർഷിക പൊതുയോഗവും ഓണക്കിറ്റ് വിതരണവും നടന്നു. യൂണിയൻ പ്രസിഡന്റ് MS ധർമ്മരാജൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ സെക്രട്ടറി TR രാജേഷ് ഓണക്കിറ്റിന്റെ വിതരണം നിർവഹിച്ചു. തുടർന്ന് മുഖ്യപ്രഭാഷണം നടത്തി. വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു. ഏറ്റവും ഭംഗിയായി തന്നെ നമുക്കത് നടത്താൻ സാധിച്ചു. അതിൽ നിങ്ങൾക്കൊരു പ്രോത്സാഹന സമ്മാനം കൂടി നിങ്ങൾ വാങ്ങിയാണ് പോകുന്നത്. 40ഓളം ശാഖായോഗങ്ങൾ അണിനിരന്ന ഘോഷയാത്രയിൽ ഒരു പ്രോത്സാഹന സമ്മാനം 4ാം സമ്മാനമായി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അതിൽ നിങ്ങളുടെ നല്ല സഹകരണം കൊണ്ടാണ് ഉണ്ടായത്. ശാഖാ പ്രസിഡന്റ് രാജു കുണ്ടിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കിഷോർ കൊളാടി, യൂണിയൻ യൂത്ത് സെക്രട്ടറി മജീഷ് വേലൂർ, ഉഷ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. ലൈംഗികമായി പീഡിപ്പിച്ചെന്ന യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് രഞ്ജിത്തിന് ജാമ്യം അനുവദിച്ചത്. 30 ദിവസത്തേക്കാണ് ജാമ്യം. 1.5 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യത്തിലാണ് രഞ്ജിത്തിന് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഹോട്ടൽ മുറിയിൽ വിളിച്ചു വരുത്തി ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നായിരുന്നു യുവാവിന്റെ പരാതി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച നടത്തിയ മാർച്ചിൽ സംഘർഷം. MLA മുകേഷിന് സർക്കാരിന്റെ സംരക്ഷണം. ED ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റാൻ ADGP വഴി മുഖ്യമന്ത്രി ഇടപെട്ടതായി TN പ്രതാപൻ. MR അജിത് കുമാറിനെതിരെ നടപടിക്ക് സംസ്ഥാന സർക്കാർ. PV അൻവറിന്റെ ആരോപണങ്ങൾ തെറ്റാണെന്ന് കണ്ടെത്തിയാൽ നിയമ നടപടി സ്വീകരിക്കണം. മുഖ്യമന്ത്രിക്ക് ADGPയുടെ കത്ത്. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 4 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തു. ഷിരൂരിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ നീളും. നായിക പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാൻ നിർമ്മാതാവ് തയ്യാറാകണമെന്നില്ലെന്നും സംവിധായകൻ ജിയ ബേബി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.